നമസ്തേ. ഇന്ന് ഒരു വികടവാദവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, എല്ലാവരും പറയും മനസ്സമാധാനമില്ല എന്ന്. ഞാനും അഭിപ്രായക്കാരനാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ മനസ്സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ്. എന്താ കാരണം? മനസ്സ്, സമാധാനം ഇത് രണ്ടുമാണല്ലോ. അപ്പോൾ മനസ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ സാധിക്കുന്ന കാര്യമല്ല. പിന്നെ അതെവിടെയായിരിക്കണമെന്ന് ചോദിച്ചാലോ, ചിലരൊക്കെ ഉള്ളിലാണെന്ന് പറയും. എന്നാൽ ഈ ശരീരം കീറി മുറിച്ചിട്ടുള്ള ഡോക്ടർമാരൊന്നും ഉള്ളിൽ മനസ്സ് കണ്ടതായിട്ട് പറഞ്ഞിട്ടില്ല. ബാക്കി അവയവങ്ങളൊക്കെ കണ്ടതായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഉള്ളിലും കാണാൻ സാധിക്കില്ല എന്നർത്ഥം. ഇനി മനസ്സിൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ അന്ധകരണവൃത്തികൾ, ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഇവ നാലെണ്ണം. അതിൽ ബുദ്ധി പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിൽ വിചാരങ്ങളുണ്ടാവും. വിചാരിക്കുക, സങ്കല്പിക്കുക, അതൊക്കെയാണ് ബുദ്ധിയുടെ ധർമ്മം. മനസ്സിൻ്റെ ധർമ്മമോ സുഖം, ദുഃഖം ഇവയാണ്. അപ്പോൾ മനസ്സിൽ വിചാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സുഖകരമായിട്ടുള്ളതാവാം, ദുഃഖകരമായിട്ടുള്ളതാവാം. അപ്പോൾ ചലനം തുടങ്ങും മനസ്സിന്. ആ മനസ്സ് ചഞ്ചലമാവുമ്പോൾ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഒരു കാര്യം നടക്കുന്നതിനെക്കുറിച്ച്, ഒരു വിവാഹമാവട്ടെ, ഒരു പ്രസവമാവട്ടെ, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ സുഖകരമായതാണെങ്കിലും നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവും. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ആ ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ, മനസ്സ് ചഞ്ചലമാവുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കില്ല. അത് ക്രമേണ കൂടിക്കൂടി വന്ന് അത് നടക്കേണ്ട ദിവസം അത് ഭംഗിയായിട്ട് പര്യവസാനിച്ചു എങ്കിൽ നമുക്ക് മനസ്സിന് ഒരു സുഖമൊക്കെ തോന്നും. അത് ക്രമേണ കുറഞ്ഞു വരും. അതായത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകളില്ലാതെയാവും. ആ സുഖം കുറഞ്ഞു വരുമ്പോൾ, ചിന്തകളില്ലാതെയായിട്ട് വരുമ്പോൾ മനസ്സില്ലാതെയായി. അങ്ങനെ സുഖം ഒട്ടുമില്ല, അല്ലെങ്കിൽ ദുഃഖം ഒട്ടുമില്ലാത്തൊരവസ്ഥ എത്തുമ്പോഴാണ് നമുക്ക് നല്ല സമാധാനം ഉണ്ടാവുക. അപ്പോൾ മനസ്സില്ലാതെയായി, കാരണം ചിന്തകളൊന്നുമില്ല. അതേസമയത്ത് ചിന്തകൾ ഉണ്ടാവണ സമയത്ത് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവും. അപ്പോൾ സമാധാനം ഇല്ലാതെയാവും. അപ്പോൾ സമാധാനം കൈവരുന്ന സമയത്ത് ചിന്തകളൊന്നും ഉണ്ടാവില്ല, മനസ്സ് ചഞ്ചലമാവില്ല, സുഖദുഃഖങ്ങളൊന്നുമില്ല. ആ അവസ്ഥ, അതിന് ശാന്തി എന്നാണ് പറയേണ്ടത്. അത് സാധാരണ സംഭവിക്കില്ല. കാരണം ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മളുടെ മനസ്സിൽ വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെറിയ തോതിലെങ്കിലും മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ മനസ്സിൽ ചിന്തകൾ ഉണ്ടാവുമ്പോൾ, നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ചിന്തകളില്ലാത്ത അവസ്ഥയിൽ, സുഖദുഃഖങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ആണ് മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവുക, ശാന്തി ഉണ്ടാവുക. അതെപ്പോഴാണ് ഉണ്ടാവുക? അങ്ങനെ സംഭവിക്കുമോ? ഉവ്വെന്നാണ്. ഉറക്കത്തിൽ, നല്ല ഉറക്കം, സ്വപ്നം പോലും കാണാതെ ഉറങ്ങണം, സുഷുപ്തിയിൽ. അപ്പോൾ മനസ്സിന് പ്രവർത്തനമില്ല, അതായത് മനസ്സില്ല. അപ്പോൾ നല്ല സമാധാനം അല്ലെങ്കിൽ ശാന്തി ഉണ്ടാകും. ഇത് ഉണർന്നിരിക്കുമ്പോഴും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉവ്വെന്നാണ് പറയേണ്ടത്. നിരന്തരമായ പരിശ്രമത്തിലൂടെ, ധ്യാനത്തിലൂടെ ഒക്കെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുമെന്നാണ്. ഇത് ഒരു വികടവാദമായിട്ട് തോന്നാം. നിങ്ങളതിനെക്കുറിച്ച് ആലോചിക്കുക, എന്നിട്ട് സ്വയം ഒരു തീരുമാനത്തിലെത്തുക. നമസ്കാരം.